അങ്ങനെ നമ്മുടെ രാജീവൻ നമ്മുടെ സുധീഷിൻ്റെ വണ്ടിയിൽ ബസ് സ്റ്റോപ്പിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് നമ്മുടെ സുധീഷ് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് സുഖമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, നീ നിൻ്റെ പണി നോക്കിയിട്ട് വണ്ടി ഓടിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയുന്നുണ്ട്, നിങ്ങളെ മകൾക്ക് അവിടെ സുഖമാണ് കേട്ടോ, നിധിക്കിപ്പോൾ നിങ്ങളെ പറ്റിയിട്ട് നിങ്ങളെ കുടുംബത്തിനെയും പറ്റിയിട്ടും ആലോചിക്കാനേ സമയമില്ല, അവൾ ഏത് നേരം അവളെ നല്ല സന്തോഷത്തിലാണ് കഴിയണമെന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ പറയുന്നുണ്ട്, ഒരു ഡ്രൈവറായി വന്നവൻ എൻ്റെ സ്വത്തൊക്കെ മോഹിച്ചിട്ടല്ലേ, അവളുടെ സ്വത്തൊക്കെ നിനക്ക് കിട്ടും വിചാരിച്ചിട്ടല്ലേ നീ അവളെ ചാടിച്ച് കൊണ്ടുപോയി എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് പറയണ്ടേ, എനിക്കൊരു സ്വത്തും മുതലും വേണ്ട, അവൾ ഒരു സ്വത്തും മുതലും ഇല്ലെങ്കിൽ അവൾ അവിടെ കൂടിയിട്ടാണ് കഴിയണത്, നിങ്ങളൊന്ന് വന്ന് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ സമയത്ത് നമ്മുടെ രാജീവൻ ദേഷ്യം വന്നിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, നിൽക്കടാ വണ്ടി ഇവിടെ നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഇറങ്ങിയിട്ട് പറയുന്നുണ്ട്, നീ കണ്ടോ, നിന്നെ 7 ദിവസത്തിൻ്റെ ഉള്ളിൽ നിന്നെ അവൾ ഞാൻ അകറ്റിയിട്ടില്ലെങ്കിൽ നീ കണ്ടോ, നീ അവൾ തമ്മിൽ അകലും, അന്ന് നിൻ്റെ കഷ്ടകാലം തുടങ്ങും എന്നൊക്കെ പറഞ്ഞിട്ട് രാജീവൻ ദേഷ്യപ്പെട്ടിട്ട് ഇറങ്ങിപ്പോകുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ സുധീഷ് മെല്ലെ നിധിനെ വിളിക്കുന്നുണ്ട്. എന്നിട്ട് നിധിയോട് പറയുന്നുണ്ട്, ഞാൻ തന്നെ ഒരാളെ കണ്ടല്ലോ എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മുടെ നിധിക്കാണെങ്കിൽ ആരാന്ന് മനസ്സിലാവില്ല. അവസാനം പറയുന്നത് നിൻ്റെ അച്ഛനാണെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അയാൾ വല്ലാതെ ദേഷ്യമായിരുന്നു നിന്നോട്, പക്ഷെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, നിൻ്റെയും നമ്മളെ തമ്മിലുള്ള കല്യാണം എല്ലാം അയാളോട് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ട്, നീ ആ ഓസ്ട്രേലിയക്കാരനെ കല്യാണം കഴിപ്പിച്ചിട്ടില്ലെങ്കിൽ നീ ഇങ്ങനെയൊന്നും ചെയ്യില്ല എന്നൊക്കെ പറഞ്ഞ് ഞാൻ മനസ്സിലാക്കിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അയാളുടെ ദേഷ്യം മാറിയിട്ടില്ല, എന്നെ അടിച്ചില്ല എന്നേ ഉള്ളൂ, അതിനുള്ള ദേഷ്യമൊക്കെ എന്നോട് പ്രകടിപ്പിച്ചു എന്ന് പറയുന്നത്. അപ്പം നിധി പറഞ്ഞു, അയ്യോ നിങ്ങൾ ഇങ്ങനെയൊക്കെ കഷ്ടം ഞാൻ കാരണം അനുഭവിച്ചു. സുധീഷിനോട് കുറേ നിധി സോറിയൊക്കെ പറയേണ്ടത്. എന്തായാലും നമ്മുടെ സുധീഷ് സത്യങ്ങളൊന്നും നമ്മുടെ നിധിയോട് വെളിപ്പെടുത്തുന്നില്ല. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്.